സൂര്യനസ്തമിച്ചിട്ടും അന്ന് യുദ്ധം മതിയാക്കിയില്ല. പതിവിന് വിപരീതമായി രാത്രിയിലും യുദ്ധം തുടർന്നു. എരിയുന്ന പന്തങ്ങളുടെ പ്രകാശത്തിൽ പടക്കളം ഭീതിതമായി. രാത്രിയിൽ രാക്ഷസർക്ക് ശക്തി 10 മടങ്ങായി വർദ്ധിക്കും. രാക്ഷസവംശജരായ ഘടോൽകചനും കൃമീരപുത്രനായ അലംബുഷനും അതിശക്തമായി പോരാടി. ഒടുവിൽ അലംബുഷൻ വധിക്കപ്പെട്ടു. ഘടോൽകചനും കർണനും തമ്മിൽ പലതവണ ഏറ്റുമുട്ടി. കൗരവപക്ഷത്തുണ്ടായ നാശത്തിന്റെ തോത് ചെറുതായിരുന്നില്ല. പട മുച്ചൂടും മുടിയുമെന്നായി. ഒടുവിൽ ഇന്ദ്രദത്തമായ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുവാൻ കഴിയുന്ന അർജുനനെ വധിക്കുവാൻ വേണ്ടി മാത്രം കരുതിവെച്ച് അതിശക്തമായ വേൽ ഘടോൽകചൻ നേരെ കർണൻ പ്രയോഗിക്കേണ്ടിവന്നു. ഘടോൽകചൻ വീണു. കൗരവയോദ്ധാക്കളുടെ ഭാഗത്തേക്ക് ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഭീമാകാരമായ ആ ശരീരത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞെറിഞ്ഞു മരിച്ചു. അതോടെ രാത്രിയുദ്ധം അവസാനിച്ചു. അർജുനൻ പോലും തടുക്കുവാൻ കഴിയാത്ത കർണൻ ഇന്ദ്രൻ വരമായി കൊടുത്ത ആ ആയുധം കർണനിൽ നിന്ന് ഒഴിവാക്കേണ്ടിയിരുന്നത് ഒരു ആവശ്യമായിരുന്നു. കൃഷ്ണന്റെ മികച്ച പാടവം ഘടോൽകചൻ നേരെ ആ വേൽ പ്രയോഗിപ്പിക്കുവാൻ കർണനെ നിർബന്ധിതനാക്കി. 15-ാം നാൾ കൗരവരുടെ സർവ്വസൈന്യാധിപനായ ദ്രോണരെ പാണ്ഡവരുടെ സേനാപതി കൂടിയായ ധൃഷ്ടദ്യുമ്നൻ വധിച്ചത് അന്നായിരുന്നു. ശോകമൂകമായിരുന്നു അന്നത്തെ സായാഹ്നം. 16-ാം നാൾ കൗരവപക്ഷത്തെ ചിത്രസേനൻ ശ്രുതകർമാവിനാലും ചിത്രൻ പ്രതിവിന്ധ്യനാലും വധിക്കപ്പെട്ടു. വംഗരാജാവ് പൗണ്ഡ്രകനെ നകുലൻ യമപുരിക്കേച്ചു. ത്രിഗർത്തസേനയെ മുഴുവൻ അർജുനൻ ഉന്മൂലനാശം വരുത്തി. കർണൻ കേകേസേനയെ നാമാവശേഷമാക്കി. 17-ാം നാൾ കൗരവസഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുകയും മുടിക്കെട്ട് പിടിച്ചുവലിക്കുകയും ചെയ്ത് ദുശാസനന്റെ അന്ത്യം അന്ന് ഭീമസേനന്റെ കൈകൊണ്ടായിരുന്നു. ഭീമൻ തന്റെ 2 കൈകൊണ്ടും ദുശാസനന്റെ വേർക്കീറി കുടൽമാല വലിച്ചെടുത്ത് കഴുത്തിലണിഞ്ഞു. രക്തം പുരണ്ട കൈകൊണ്ട് പാഞ്ചാലിയുടെ അഴിഞ്ഞുകിടന്ന മുടി കെട്ടിക്കൊടുത്തു. എന്നിട്ടും കലിയടങ്ങാത്ത ഭീമൻ ദുര്യോധനന്റെ മറ്റ് 77 സഹോദരങ്ങളെ തച്ചുടച്ചു കൊന്നു. കൗരവകുലത്തിൽ ഇനി ബാക്കിയുള്ളത് ദുര്യോധനനും സഹോദരി ദുശ്ശളയും മാത്രം. അർജുനനെ വധിക്കുവാൻ വേണ്ടി കരുതിവെച്ച വേൽ ഘടോൽകചൻ നേരെ പ്രയോഗിച്ച് നഷ്ടപ്പെടുത്തിയ കർണൻ അന്ന് അർജുനനാൽ വീരസ്വർഗം പ്രാപിച്ചു. 18-ാം നാൾ കർണനും നഷ്ടപ്പെട്ടതോടെ അതീവശോഷണം ബാധിച്ച കൗരവപ്പടയുടെ സൈന്യാധിപനായി ശല്യർ നിമേമിതനായി. ശല്യരുടെ പുത്രനെയും കൗരവരുടെ മാതുലൻ ശകുനിയെയും സഹദേവൻ വധിച്ചു. ശല്യരാകട്ടെ യുധിഷ്ഠിരനാലും വധിക്കപ്പെട്ടു. ഗദായുദ്ധത്തിൽ അതിപ്രവീണനായ ദുര്യോധനനെ വീഴ്ത്താൻ ഭീമൻ സകല കഴിവും പ്രയോഗിച്ചു. എന്നിട്ടും ദുര്യോധനൻ ഒട്ടും ക്ഷീണിച്ചില്ല. ഒടുവിൽ കൃഷ്ണൻ തന്നെ തുണയായി. ഗദായുദ്ധത്തിൽ നിയമവിരുദ്ധം ആണെന്നിരിക്കലും ദുര്യോധനനെ തുട അടിച്ചു തകർത്തു മാത്രമേ വീഴ്ത്താനാവുകയുള്ളൂ എന്ന് കൃഷ്ണൻ അടയാളം കാട്ടിക്കൊടുത്തു. ഭീമൻ പലതവണ ശ്രമിച്ചിട്ടും ദുര്യോധനന്റെ തുടക്കടിക്കുവാൻ സാധിച്ചില്ല. ഒടുവിൽ ഭീമസേനൻ ദുര്യോധനന്റെ ഗദാതാടനം ഒരു തവണ സ്വയം ഏറ്റുവാങ്ങുകയും ആ നിമിഷാർദ്ധത്തിൽ ദുര്യോധനന്റെ തുട അടിച്ചു തകർക്കുകയും ചെയ്തു. അർദ്ധപ്രാണനായിത്തീർന്ന കൗരവവീരൻ സ്യമന്ത പഞ്ചകത്തിൽ എത്തുകയും അവിടെ ജലത്തിൽ ഒളിക്കുകയും ചെയ്തു. ദുര്യോധനന്റെ വീഴ്ചയോടെ കൗരവസേനയിലെ 3 പേർ മാത്രമവിടെ അവശേഷിച്ചു. അവരുടെ അനുവാദത്തോടുകൂടെ കഴിഞ്ഞ 18 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. എല്ലാവരും അവരവരുടെ ശിബിരങ്ങളിലേക്ക് തിരികെ പോയി. അതിനുശേഷം പാണ്ഡവർ 5 പേരോടൊപ്പം കൃഷ്ണൻ നദീതീരത്ത് പോയിരുന്നു വിശ്രമിച്ചു. കൃഷ്ണന്റെ മനസ്സിൽ കഴിഞ്ഞുപോയതെല്ലാം മിന്നി മറഞ്ഞു. കൗരവരുടെ അഹങ്കാരം കാരണമുണ്ടായ യുദ്ധം മനുഷ്യരാശിക്ക് നൽകുന്ന ഉപദേശം വളരെ വലുതാണ്. അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങൾ അശ്വത്ഥാമാവ് എന്ന മരണമില്ലാത്ത യോദ്ധാവിനെക്കുറിച്ചാണ്. മഹാവീരനായ ദുര്യോധനന്റെ സ്വർഗാരോഹണം സാധിച്ചതിന്റെ കഥകളുമായി ബന്ധപ്പെട്ട് അശ്വത്ഥാമാവ് നമ്മളോട് പറയുന്ന കഥ.